നാട്ടിലെ റോഡുകളെല്ലാം വീതി കൂട്ടി ആധുനിക രീതിയിൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുമ്പോഴാണ് കോഴിക്കോട്ടെ തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള റോഡ് 6 പതിറ്റാണ്ടായും ഒരേ അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ആ റോഡിൽ കുഴികളടക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും നടക്കാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ റോഡിൽ വാഹനാപകടങ്ങളും നിത്യസംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റോഡിന് ഈ ഒരു അവസ്ഥ എന്ന് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്ന സ്ഥിതിയുമാണ്. ഗ്രാസിം ഫാക്ടറിയുടെ ആരംഭകാലത്താണ് തെങ്ങിലക്കടവിൽ ചെറുപുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ച് മാവൂരിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 60 വർഷത്തിലധികം പിന്നിടുമ്പോഴും ആ റോഡിൽ യാതൊരു നവീകരണ പ്രവർത്തികളും നടന്നിട്ടില്ല. കോഴിക്കോട് മുതൽ തെങ്ങിലക്കടവ് പാലം വരെയുള്ള ഭാഗങ്ങൾ കാലാകാലങ്ങളിൽ ആധുനിക രീതിയിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി നവീകരിക്കാറുണ്ട്. എന്നാൽ അവിടെ നിന്നും മാവൂർ വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തേക്ക് ഇതുവരെ ഒരു നവീകരണ പ്രവൃത്തി പോലും നടന്നിട്ടില്ല. വാഹനത്തിരക്കേറിയെങ്കിലും നിർമ്മിച്ച കാലത്തുള്ള അതേ വീതിയാണ് റോഡിനിപ്പോഴും. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചുവപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങിലക്കടവ് കഴിഞ്ഞാൽ പിന്നെ മാവൂര് കഴിഞ്ഞ് ഊട്ടി റോഡാണത്. അപ്പോൾ അതുവരെ അശാസ്ത്രീയമായിട്ട് റോഡ് പണി വർക്ക് നടന്ന് അത് ഫുള്ളായിട്ട് നല്ല വർക്ക് നടന്നിട്ടില്ല. പേച്ച് വർക്ക് നടന്നതൊക്കെ ഒരു വിധം അശാസ്ത്രീയമായിട്ടാണ്. അതുകൊണ്ട് പോകുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ ടൂ വീലർക്ക് പോകുന്നവർക്കോ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനും പോകാനൊക്കെ. ഈ റോഡ് പറ്റ മോശമാണ്. 66 വർഷത്തായി നന്നാക്കിയിട്ട് അതിന് പണി പൂർത്തിയാക്കിയിട്ട് റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും കടന്നു പോകുമ്പോൾ നിത്യവും അപകടങ്ങൾ പതിവാണ്. ഈ റോഡിന്റെ പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 60 കൊല്ലത്തിന് മേലായി ഇതിനൊരു പുനർനിർമ്മാണം നടത്തി. ഇപ്പോൾ എല്ലാ വർഷവും വരും ഇവരിങ്ങനെ പീസിട്ട് അടച്ചടച്ച് വിട്ട് ഇപ്പോൾ ടൂ വീലർ പോലത്തെ പോയാൽ അപകടം പറ്റുന്ന ഒരു അവസ്ഥയാണ്. ദീർഘദൂര ഒരു പാതയാണ്. കോഴിക്കോട് ടു ഊട്ടിയിലേക്ക് വരെ പോണ റോഡ്, തെങ്ങിലക്കടവ് ടു മാവൂര് വരെ ഈ റോഡ് ഇങ്ങനെ പേച്ചടച്ച് ഇങ്ങനെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾ ചെറിയ വാഹനങ്ങളൊക്കെ അപകടപ്പെടുന്ന സ്ഥിരം സ്ഥിതിയാണ് ഇവിടെ. പിന്നെ ഒരു രോഗിന് അനുബന്ധമായിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വീതിയും ഇല്ല. പിന്നെ ഉള്ളതാണ് മുഴുവൻ കട്ടറുമാണ്. അതിപ്പോ ഞങ്ങൾ പറഞ്ഞതിന് കൂടെ ഇത് വേണ്ടപ്പെട്ടോൽ ഈ മാവൂരിട്ടു തെങ്ങിലക്കടവ് വരെ സഞ്ചരിച്ചാൽ തന്നെ അതിന്റെ പൂർണ്ണ വിവരം അറിയാൻ കഴിയുള്ളൂ. അത്രയും ശോചനീയാവസ്ഥയാണ് ഈ റോഡ്. കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്കുള്ള ഹ്രസ്വദൂര പാതയായാണ് കോഴിക്കോട് മാവൂർ റോഡിനെ കണക്കാക്കുന്നത്. എന്നാൽ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഈ പദവി ഉള്ളത്. തെങ്ങിലക്കടവ് മുതൽ മാവൂര് വരെ റോഡിന്റെ ഒരു വർക്കൊന്നും നടന്നിട്ടില്ല. കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള വർക്കുകളാണ് അവരെടുത്തത്. ചെറിയ വാഹനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രൂപത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാതി റോഡ് കംപ്ലീറ്റ് ചെയ്യാതെ ചില ഭാഗത്ത് കട്ടിങ്ങുകളായിട്ട് വളരെയേറെ ചെറിയ വാഹനങ്ങൾക്ക് 3 വീലർ അതോടൊപ്പം തന്നെ 2 വീലറിന് ബുദ്ധിമുട്ടുള്ള രൂപത്തിലുള്ള വീലിങ്ങനെ മറിഞ്ഞിട്ട് നിരവധി വാഹനങ്ങൾ സൈഡിലൊക്കെ മറിഞ്ഞതായിട്ടും ഇത് ചെയ്തതിന് ശേഷം മാറി മാറി വരുന്ന സർക്കാരുകളോട് നിരവധി തവണ റോഡിന്റെ നവീകരണം ആവശ്യപ്പെടാറുണ്ടെങ്കിലും ആരും കണ്ട ഭാവം നടിക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലെത്തുന്നതിനുള്ള മാർഗം കൂടിയാണ് മാവൂർ കോഴിക്കോട് റോഡ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് മാവൂർ മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള റോഡിൽ നേരിടുന്നത്. റോഡിലെ കുഴിയടച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ഇനി നടക്കില്ല. തെങ്ങിലക്കടവ് പാലം മുതൽ മാവൂർ വരെയുള്ള റോഡിന്റെ വീതി കൂട്ടി നവീകരണ പ്രവൃത്തി ഉടൻ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.